ഏകദേശം 1400 വർഷത്തിലധികം പഴക്കമുണ്ട് മാടായി പള്ളിക്ക്. ചരിത്രപരമായും ഐതിഹ്യപരമായുമെല്ലാം ഏറെ പ്രാധാന്യമുള്ള പള്ളി. ഈ പുണ്യമാസത്തിൽ നമുക്ക് മാടായി പള്ളിയെ അടുത്തറിയാം. മതമൈത്രിയുടെ ഒരു സംഗമ ഭൂമി കൂടിയാണ് നമ്മുടെ മാടായി പള്ളി എന്ന് പറയുന്നത്. നമ്മുടെ കൂടെ മാടായി പള്ളി കമ്മിറ്റി ഭാരവാഹികളുണ്ട്, ഉസ്താദുണ്ട്. നമുക്ക് ആദ്യം ഇവരൊന്ന് പരിചയപ്പെടാം, അതിനുശേഷം പള്ളിയുടെ വിശേഷങ്ങളിലേക്ക് വരാം. ഒന്ന് പരിചയപ്പെടും. എൻ്റെ പേര് അലി മുഹമ്മദ്, ഞാൻ മാടായി പള്ളിയുടെ സെക്രട്ടറിയാണ്. എൻ്റെ പേര് അബ്ദുൽ ഗഫൂർ, ഞാൻ മാടായി പള്ളിയുടെ വൈസ് പ്രസിഡന്റാണ്. എൻ്റെ പേര് അബ്ദുൽ ജബ്ബാർ, ഞാൻ മാടായി പള്ളി കമ്മിറ്റിയുടെ മെമ്പറാണ്. ഞാൻ സൈഫുദ്ദീൻ അൽ കാസിമി, ഇവിടുത്തെ ഇമാമാണ്. ഇമാം എന്ന് പറഞ്ഞാൽ മുഖ്യ പുരോഹിതൻ. എറണാകുളം ജില്ലയിലെ ഓണംപള്ളിയാണ് എൻ്റെ പ്രദേശം. നമുക്ക് ഈ മാടായി പള്ളിയെ കുറിച്ചൊന്ന് പറഞ്ഞു തരും. ഏകദേശം 1400 വർഷത്തിലധികം പഴക്കമുണ്ട് നമ്മുടെ പള്ളിക്ക്. ഏറെ ചരിത്രപരമായും ഐതിഹ്യപരമായും ഒക്കെ ഒരുപാട് പ്രാധാന്യമുള്ള ഒരു പള്ളി. മാടായി പള്ളിയെ കുറിച്ചൊന്ന് നമുക്ക് പറഞ്ഞു തരും. മാടായി പള്ളി ഇന്ത്യയിലെ 3ാമത്തെ മുസ്ലിം ദേവാലയമാണ്. അതിൻ്റെ കൃത്യമായി അതിൻ്റെ കണക്ക് പറഞ്ഞാൽ AD 629 ഹിജറ 5 പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ പള്ളി വന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ചരിത്രപരമായ ഏറ്റവും വലിയ പ്രാധാന്യം. ഇന്ത്യയിലെ ഇസ്ലാമിക ചരിത്രം തുടങ്ങുന്നത് ചേരമാൻ രാജാവ് പ്രവാചകനെ കാണാൻ വേണ്ടി പോവുകയും മുസ്ലിം ആവുകയും തിരിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ മാലിക് ദീനാർ അടക്കമുള്ള പ്രവാചക അനുചരന്മാർ പ്രബോധകർ ഇവിടെ വന്നതിന് ശേഷമാണ്. അവർ ആദ്യമായിട്ട് പണിതത് ചേരമാൻ പള്ളിയാണ്. അപ്പോൾ അങ്ങനെ ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ പള്ളികൾ പ്രവാചക അനുചരന്മാർ പണിയുണ്ടായി. അതിൽ 3ാമതായിട്ട് പണി കഴിപ്പിച്ച പള്ളിയാണ് മാടായി പള്ളി. മാത്രമല്ല ഇതൊരു മതസൗഹാർദ്ദത്തിൻ്റെ സംഗമവേദിയാണ്. ഇവിടെ മുസ്ലിമീങ്ങൾ മാത്രമല്ല, ഈ പള്ളിയുടെ ഒരു ചരിത്ര പ്രാധാന്യത്തെ മനസ്സിലാക്കി ധാരാളം പഠിതാക്കൾ, ചരിത്ര വിദ്യാർത്ഥികൾ, കുട്ടികളൊക്കെ ഇതിനെ പഠിക്കാനും ഇതിൻ്റെ ചരിത്രാന്വേഷികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇതൊരു മതസൗഹാർദ്ദത്തിൻ്റെ വൈസ് പ്രസിഡന്റ് പറഞ്ഞ മാതിരി തന്നെ ഒരു സംഗമ ഭൂമി കൂടിയാണ്. പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾ മാത്രമല്ല, ഹിന്ദുക്കളും ക്രൈസ്തവരൊക്കെ ഇതിനെ വലിയൊരു പുണ്യഗേഹമായി കാണുകയാണ്. ഇതിൻ്റെ പണിത പ്രവാചക അനുചരന്മാരുടെ ഖബറുകൾ ഇന്നും മാടായി പള്ളിയുടെ അകത്തളത്തിലുണ്ട്. അതിൻ്റെ ചരിത്ര തിരുശേഷിപ്പുകളും ഒക്കെ ഇവിടെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇതാണ് അതായത് ഏറ്റവും പൗരാണികമായ പള്ളി. അതിൽപ്പെട്ടെന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് എൻ്റെ ചരിത്രപരമായ ഏറ്റവും വലിയ പ്രാധാന്യം. അപ്പൊ ഈ പൗരാണികമായ ഏറെ പ്രസക്തിയുള്ള പള്ളിയാണ് നമ്മുടെ മാടായി പള്ളി എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട് പണ്ടത്തെ ആ നിസ്കാര സ്ഥലം ഉൾപ്പെടെയുള്ളവ ഇവിടെ ഉണ്ട്, അതുപോലെ മാർബിൾ. അപ്പൊ അതിന്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞുതരും, എന്താണ് പറയുന്നത്? അതിൻ്റെ മുമ്പ് ഇവിടെ മെമ്പർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇവിടെ എല്ലാ പള്ളിയിലും ഒരു മെമ്പർ ഉണ്ടാവും. അത് ആ കാലത്തുള്ള മെമ്പർ ഇപ്പോഴും അതിൻ്റെ ഇവിടെ വെച്ചിട്ടുണ്ട് ഞങ്ങൾ. അതിനുശേഷം പള്ളി ഇങ്ങനെ പുതുക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 4ാമത്തെ പള്ളിയായിരുന്നു അല്ലേ, ഏകദേശം 4ാമത്തെ പള്ളിയായിരുന്നു. പക്ഷേ എന്നാലും അതിൻ്റെ പ്രസക്തി, അതിൻ്റെ പ്രാധാന്യമൊക്കെ ഇപ്പം അതേപോലെ ഇരിക്കുകയാണ്. പ്രത്യേകിച്ച് തന്നെ ഞങ്ങൾ ഇതിൻ്റെ അഭിമാനം കൊണ്ടെന്ന് വെച്ചാൽ 1400 വർഷം മുമ്പ് ഇവിടെ ഒരു പള്ളി ഞങ്ങളുടെ നാട്ടിൽ ആദ്യമായി ഒരു പള്ളി വന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കാരണം ആ വർഷങ്ങളിലൊക്കെ എവിടെയും ഇസ്ലാം ശരിക്കും ഇന്ത്യയിൽ വരാത്തൊരു കാലമായിരുന്നു. പക്ഷേ ഇവിടുത്തെ വേറൊരു വ്യത്യാസം, ഇവിടെ ഭയങ്കര മതമൈത്രി. ഏത് കാലത്തും ഇന്ത്യയിൽ പല സ്ഥലത്തും പല വിഷമങ്ങളും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ പഴയങ്ങാട് സംബന്ധിച്ച്, ചെറിയനാട് സംബന്ധിച്ച് വളരെയധികം മതസൗഹാർദ്ദം നിലനിന്ന നാടായിരുന്നു. അതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു, വളരെ അഭിമാനം കൊള്ളുന്നു. ഇങ്ങനെ മാടായി പള്ളി എന്ന സ്ഥലത്താണ് ഞങ്ങൾ ജീവിച്ചതും ഇതൊക്കെ ഈ ചുറ്റുപാടൊക്കെ സന്തോഷം. അതുപോലെ തന്നെ പണ്ട് ഇത് 4ാമത്തെ പള്ളിയാണെന്ന് പറഞ്ഞു. പണ്ടൊരു ചെറിയൊരു ചെമ്പ് പള്ളിയാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? ഇതിൻ്റെ കാര്യങ്ങൾ അത് മുൻകാലങ്ങളിൽ അത് പണിതൊരു ചെമ്പിൻ്റെ ഇതിലാണ്. കാരണം ഒരു പോർച്ചുഗീസുകാരെ കുറിച്ചിട്ടുള്ള ഒരു ഭയം ഉണ്ടായിരുന്നു. പോർച്ചുഗീസുകാർ വന്നിട്ട് ആക്രമിക്കാനും അത് ബോംബിട്ട് തകർക്കാനും, അതുകൊണ്ടാണ് ചെമ്പ് കൊണ്ട് ഉണ്ടാക്കിയത്. പിന്നെ അത് മാറ്റിയിട്ട് പിന്നെ 5ാം വർഷം ഹിജറ 5ാം വർഷം പുതുക്കിയിട്ടാണ് വേറൊരു പള്ളി ഉണ്ടായത്. ആണ് അതിൻ്റെ സ്വയം മറ്റേ മാടായിപ്പള്ളിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനത്തിൽ ഇതാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ. അപ്പോൾ ഈ പുണ്യമാസത്തിലെ ചടങ്ങുകൾ അതൊക്കെ എങ്ങനെയാണ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ? മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട മാസങ്ങളിലൊന്നാണ് പരിശുദ്ധമായ റമദാൻ മാസം. ആ റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്ന വിശ്വാസികൾക്ക് 30 ദിവസവും, റമദാൻ 1 മുതൽ 30 ദിവസവും
സ്വാദിഷ്ടമായ അന്നപാനീയങ്ങൾ കൊടുത്തുകൊണ്ട് നോമ്പ് തുറക്കുള്ള സൗകര്യം ജമാഅത്ത് കമ്മിറ്റി ഒരുക്കിയിട്ടുണ്ട്. അവിടെ എത്തുന്നത് മുസ്ലിം വിശ്വാസികൾ മാത്രമല്ല, ക്രൈസ്തവരെത്തുന്നുണ്ട്, മറ്റേ ഹിന്ദു സഹോദരന്മാരെത്തുന്നുണ്ട്. മിനിഞ്ഞാന്ന് വരെ 2 ഹിന്ദു സഹോദരന്മാരെത്തി നമ്മളെ ഏറെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. അവർ പോകുമ്പം ഇവിടെ ആളെ കണ്ടു എന്നോട് ചോദിച്ചു എന്താണ്, ഞാൻ പറഞ്ഞു നോമ്പ് തുറയാണെന്ന്. നമുക്ക് ഇരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. നമ്മൾ തീർച്ചയായും അത്രയും സന്തോഷത്തോടെ അവരിരുന്ന് നമ്മുടെ കൂടെ നോമ്പ് തുറക്കുമ്പം അതിന് കിട്ടുന്ന ഒരു ചൈതന്യം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. 30 ദിവസവും ഇവിടെ നോമ്പ് തുറയുണ്ട്. അത് നടത്തുന്നത് എങ്ങനെ വെച്ചാൽ വിശ്വാസികളായ മഹല്ല് നിവാസികളും പുറത്തുള്ളവരൊക്കെ അകവഴിഞ്ഞ് സഹായിക്കുന്നത് കൊണ്ടാണ്. ദൈവേച്ഛയോടെ ദൈവത്തിൻ്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട് സഹായിക്കുന്നത് കൊണ്ടാണ് വളരെ ഭംഗിയായി ഈ ജമാഅത്ത് കമ്മിറ്റിക്ക് ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. വരും വർഷങ്ങളിലും ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ ഇത്തരം ചടങ്ങുകളുമായി മുന്നോട്ട് പോകുമെന്ന് മാത്രം പറയുന്നു. മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് മാടായിപ്പള്ളി. ഈ പുണ്യമാസത്തിൽ നിരവധി വിശ്വാസികളാണ് പള്ളിയിലേക്ക് പ്രാർത്ഥനയ്ക്കായി എത്തുന്നത്. ഒപ്പം ചരിത്രവും ഐതിഹ്യവുമെല്ലാം മനസ്സിലാക്കുന്നതിനും നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. നികേഷ് താപത്തിനോടൊപ്പം ഷാരിമ രാജൻ, കണ്ണൂർ വിഷൻ.